അതെ വീട് വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വീട് പണിയാൻ പറ്റിയ 9 സെന്റ് സ്ഥലം അലുവാ കഷ്ണം മരത്തിൽ ഒറ്റ പീസ് മുതൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് കാണിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ ഇങ്ങോട്ട് വരും. ഇതാണ് ഈ കാണുന്നതാണ് നമ്മളെ സ്ഥലം എന്ന് പറഞ്ഞിട്ടോ. ചുറ്റുപാടും അതിലെല്ലാം കെട്ടി അതിലെല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കുന്നതാണ്. പ്ലോട്ടിക്ക് വരുമ്പോൾ നോക്കിയാൽ നല്ല ലെവലായി കിടക്കണം. നല്ല മണ്ണുള്ള നല്ല അടിപൊളി പ്ലോട്ടിലെ ഒറ്റ പീസ് മുതൽ മൊത്തം 9 സെന്റ് സ്ഥലമാണ്. നല്ല കിടിലം പ്ലോട്ട്. വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു 1.5 പ്ലോട്ട് തന്നെയാണ് അല്ലേ? അതെ, നല്ല മണ്ണുള്ള സ്ഥലമാണ്. പിന്നെ നമുക്ക് നമ്മുടെ പറമ്പിൽ വെള്ളത്തിന്റെ സൗകര്യത്തിനാണ് അതാക്കുന്ന കിണറാണുള്ളത്. വെള്ളം ഇഷ്ടം പോലെയാണ്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതാക്കുന്ന ഇവിടെ ചുറ്റുപാട് ഇഷ്ടംപോലെ വീടുകൾ ഇട്ടോ. 4 ഭാഗത്തേക്കും ഫുള്ള് വീടുകളെല്ലാം സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അധികം ഒച്ചയാനൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ. നമുക്ക് ആ കിണറൊന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക്. ആയിക്കോട്ടെ, കിണർ കാണിച്ചു കൊടുക്കാം. ഇതാ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇതിന്റെ ചുറ്റുഭാഗം കെട്ടിയിട്ടെല്ലാം ഉണ്ട്. കണ്ടല്ലേ, മോട്ടറെല്ലാം വെച്ചിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്ന ഒരു കിണറിലായി. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ 2-3 കൊല്ലമായിട്ട് ഇത് ഉപയോഗിക്കാതെ കിടക്കുകയാണ്. ചെറിയ രീതിയിലൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ നിലവിൽ കറണ്ടിന്റെ കണക്ഷനൊക്കെ ഉള്ളതാണ്. ഇവിടെ ഒരു മോട്ടോർ വരെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ബാക്ക് സൈഡിലോട്ട് ഇങ്ങോട്ട് വരാണ്ടെങ്കിൽ ഇവിടെ അതിലെല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കണം കേട്ടോ. അതിലെല്ലാം കെട്ടി അങ്ങോട്ടേക്കാണെങ്കിൽ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ, നിങ്ങൾ ഇനി ഒരു വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നതാണെന്നുണ്ടെങ്കിൽ, ഒരു വീടൊക്കെ പണിയാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ, കറണ്ട് കണക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാകണം. അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറമ്പിൻ്റെ ഈ ഒരു സൈഡിലും പോസ്റ്റുകളുണ്ട്. ചുറ്റുപാടും ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട നമുക്ക്. സ്ഥലം വരുന്ന കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ നമ്മളെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ പെട്ടിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പയ്യന്നൂരിൽ നിന്ന് കോത്തായിമുക്ക് വഴി ചെറുപുഴ പോണ റൂട്ടിൽ പങ്കടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ ഒരു പ്ലോട്ട് ഉള്ളത്. ഇങ്ങോട്ട് വരുന്ന വഴി റോഡ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം നമുക്ക്. ആയിക്കോട്ടെ. ഇതിപ്പോൾ ഈ ഒരു വഴി കാണുന്നത് നമുക്ക് നമ്മളെ പ്ലോട്ടിനകത്തോട്ടുള്ള പ്രൈവറ്റ് റോഡാണ് കേട്ടോ. വാഹനങ്ങൾ കാറോ ജീപ്പൊക്കെ വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ വണ്ടി നമുക്ക് പ്ലോട്ടിനകത്തോട്ട് തന്നെ കൊണ്ടു ചെല്ലാൻ സൗകര്യത്തിനുള്ള വഴി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നമ്മളെ ഒരു കണ്ണൂർ ടൗണിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 40 കിലോമീറ്റർ ദൂരമാണുള്ളത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പയ്യന്നൂർ ടൗണിൽ തന്നെ ചെറിയ ക്ലിനിക്ക്, വലിയ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പരിയാരം മെഡിക്കൽ കോളേജിലോട്ട് 13 കിലോമീറ്റർ ദൂരമുള്ളത്. ഇവിടുന്ന് പയ്യന്നൂരിന് ഏകദേശം 2 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. 5 മിനിറ്റ് വണ്ടിക്കൊക്കെ ആണെങ്കിൽ 5 മിനിറ്റ് പോകാനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇതുവരെ ടാറിംഗ് റോഡ് ഉണ്ട്. ഈ റോഡ് വരുന്നത് ആ കാണുന്നത് നമ്മളെ പയ്യന്നൂരിൽ നിന്ന് കോത്തായിമുക്ക് വഴി ചെറുപുഴ പോണ റൂട്ടാണ്. ആ കാണുന്നത്. എവിടേക്കെങ്കിലും പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ബസ് റൂട്ടിലാണ്. അങ്ങോട്ട് ചെന്ന് നിന്നാൽ മതി. ഇഷ്ടംപോലെ ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ. പിന്നെ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോറോത്തിന് പോണതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പയ്യന്നൂർ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതുപോലെ കോളേജുകളുണ്ട്. അത്യാവശ്യത്തിന് ഹോസ്പിറ്റൽ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ പയ്യന്നൂർ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ NH66 ഇവിടുന്ന് നടക്കാനുള്ള ദൂരം മാത്രം വെറും ജസ്റ്റ് ഒരു 200-300 മീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് പുതിയ NH66 എത്തുകയും ചെയ്യും അല്ലേ? അതെ. അതുകൊണ്ട് ഞങ്ങൾ ചുറ്റുപാട് ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ. സൈലന്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നല്ല എന്താ പറയുക, നല്ലൊരു ഏരിയ തന്നെ അല്ലേ? അതെ. ഇനിയിപ്പോൾ നമുക്ക് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കാണെങ്കിലൊക്കെ നമുക്ക് 5 മിനിറ്റ് വണ്ടിക്ക് പോകാനുള്ള ദൂരം കേട്ടോ. ദൂരത്തോട്ടൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പത്തനംതിട്ട, കൊല്ലം പല ഭാഗങ്ങളിലോട്ടും ബസ് സർവീസൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ്. പിന്നെ ഇതാക്കണേ, മൊത്തത്തിൽ നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശമാണ് കേട്ടോ. വന്ന് കണ്ട് എന്തായാലും ഇഷ്ടപ്പെടും. വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ എന്തെങ്കിലും കൃഷി കാര്യങ്ങളൊക്കെ, ചെറിയ രീതിയിൽ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മണ്ണുള്ള സ്ഥലം തന്നെ, നല്ല മണ്ണുള്ള സ്ഥലമാണ്. കണ്ടില്ല, ഇനിയിപ്പോൾ ഒരു വീട് വെച്ച് താമസിക്കുമ്പോൾ എന്തായാലും നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗമായിട്ട് കുറച്ച് തെങ്ങും തയ്യോ കവുങ്ങും തയ്യോ അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റംസ് തൈകളോ അങ്ങനെയൊക്കെ നടണമെന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറ്റിയാലും മണ്ണുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ പറഞ്ഞാൽ. അപ്പോൾ സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ടൗണിൽ നിന്ന് വെറും നടക്കാൻ ഏകദേശം ഒരു 5 മിനിറ്റ് നടക്കാനുള്ള. അപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് ദൂരത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെന്റിന് 4 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഡയറക്റ്റ് ഓണറുമായിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. വിലയിൽ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓണറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ഓണറുമായിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേഷനോ ബന്ധുക്കളോ ആരെങ്കിലും ഇതേപോലെ ഈ ഒരു ഏരിയയിലൊക്കെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ടല്ലോ. അതെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.